നാൻമുഖനിന്നലെ സൂതനായി വാണവൻ നാരായണൻ നാളെ സൂതനാവോൻ. പ്രപഞ്ചമിത്രവും പ്രപഞ്ചപ്രകാശകനുമായ സൂര്യന്റെ മകനായിട്ട് പോലും സ്വയം പ്രകാശിക്കപ്പെടാൻ കഴിയാതെ പോകുന്ന ഒരു കുട്ടിയുടെ വേദനയാണ് കർണഭൂഷണം. ദുര്യോധന രാജസഭയിൽ തന്റെ എല്ലാ സിദ്ധികളും ഉണ്ടായിരുന്നിട്ടും ആയോധനാഭ്യാസം കാണിക്കാൻ ചെല്ലുമ്പോ ജാതിയുടെ പേര് പറഞ്ഞ് പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയുടെ കഥയാണത്. നമസ്കാരം. ആശാൻ ആശയഗംഭീരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ, വള്ളത്തോൾ ശബ്ദസുന്ദരൻ. അതിൽ ഉജ്ജ്വല ശബ്ദാഠ്യനായതുകൊണ്ട് അധികം ആരും ചെന്ന് തൊടാത്ത ഉള്ളൂരിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഉള്ളൂരിൻ്റെ കർണഭൂഷണം എന്ന കൃതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മഹാകവി ഉള്ളൂർ മരിച്ചിട്ട് 75 വർഷമാകുന്നു. 75 വർഷം കഴിഞ്ഞിട്ടും കർണഭൂഷണം ഇപ്പോഴും നമ്മൾ വായിക്കുന്നു. സത്യത്തിൽ കർണഭൂഷണം എൻ്റെ വായനയിൽ മഹാഭാരതത്തിലെ കർണന്റെ കഥ മാത്രമല്ല. ദുര്യോധന രാജസഭയിൽ തൻ്റെ എല്ലാ സിദ്ധികളും ഉണ്ടായിരുന്നിട്ടും ആയോധനാഭ്യാസം കാണിക്കാൻ ചെല്ലുമ്പോൾ ജാതിയുടെ പേര് പറഞ്ഞ് പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയുടെ കഥയാണത്. ജനിച്ചപ്പോൾ തന്നെ അച്ഛനാലും അമ്മയാലും പരിത്യജിക്കപ്പെടുകയും പിന്നൊരു വളർത്തച്ഛനും വളർത്തമ്മയും ഉണ്ടാവുകയും സ്വന്തം കഴിവുകൊണ്ട് സർവസിദ്ധിയും സമാർജിക്കുകയും എന്നാൽ അത് പ്രദർശിപ്പിക്കാൻ പൊതുവേദിയിൽ പോകുമ്പോൾ നിരുത്സാഹപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും അവഗണനകളും ഏൽക്കുന്ന ഈ ലോകത്തിലെ എല്ലാ കർണന്മാർക്കും വേണ്ടിയാണ് അദ്ദേഹം ആ കൃതി എഴുതിയത്. കാരണം ഉള്ളൂര് സ്വസമുദായത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. നമ്പൂതിരിമാരെ ഉള്ളൂരിനെ സഭയിൽ നിന്ന് പുറത്താക്കിയതാ. അന്ന് സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നതിനെ കുറിച്ച് നെയ്യാറ്റിൻകര താലൂക്കിൽ കുന്നത്തുകാൽ എന്നൊരു സ്ഥലത്ത് ശിവാനന്ദൻ നായർ എന്നൊരു അധ്യാപകൻ താമസിച്ചിരുന്നു. ഇപ്പൊ മരിച്ചുപോയി. അദ്ദേഹം പറയും, അദ്ദേഹം 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ളൂരിൻ്റെ വീട്ടിൽ പാല് കൊണ്ട് കൊടുക്കുമായിരുന്നത്. അപ്പോൾ ഉള്ളൂരിൻ്റെ ചോദിക്കും, എൻ്റെ കവിത ഏതെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഉള്ളൂരിൻ്റെ കവിത ഈ കൊച്ചുകുട്ടി മധുരമായി ചൊല്ലിക്കൊടുക്കും. മഹാകവി ഉള്ളൂര് വീട്ടിനകത്ത് പോയി മധുര പലഹാരങ്ങൾ എടുത്തുകൊണ്ട് ഈ കുട്ടിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. അദ്ദേഹം പറയുന്നത് മിക്ക ദിവസവും ഉണ്ണിയപ്പവും പാലും ആയിരുന്നു കൊണ്ട് തന്നുകൊണ്ടിരുന്നത് എന്നാണ്. ഈ ശിവാനന്ദ നായർ സാറിൻ്റെ മകൻ ഇപ്പോഴും തിരുവനന്തപുരത്ത് താമസമുണ്ട്. അത് ഉള്ളൂരിൻ്റെ മനസ്സിൻ്റെ വികാസമാണ്. ഒരു കൊച്ചുകുട്ടി തൻ്റെ കവിത ചൊല്ലുന്നത് കേൾക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം. ഈ തരത്തിൽ കുട്ടികളുടെ പ്രതിഭയെ വിലയിരുത്തപ്പെടാത്ത ആളുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളൂരിന് അമർഷമുണ്ട്. ആ അമർഷത്തിൽ നിന്നുമായിരിക്കാം കർണഭൂഷണം ഉണ്ടായത്. കർണന്റെ അച്ഛനാരെന്ന് നിങ്ങൾക്കറിയാമല്ലോ, സൂര്യനാണ്. സർവോത്തംസനായ സൂര്യൻ, മിത്രൻ, പ്രപഞ്ചമിത്രവും പ്രപഞ്ചപ്രകാശകനുമായ സൂര്യന്റെ മകനായിട്ട് പോലും സ്വയം പ്രകാശിക്കപ്പെടാൻ കഴിയാതെ പോകുന്ന ഒരു കുട്ടിയുടെ വേദനയാണ് കർണഭൂഷണം. അശ്വനദിയിൽ ഒഴുക്കിയിട്ട് പിന്നീട് അശ്വനദിയിൽ ഒഴുക്കിവിട്ട അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. അമ്മയുടെ തരിവള അണിഞ്ഞ കൈകൊണ്ട് ലാളിക്കപ്പെടേണ്ടതിന് പകരം ചർമ്മനദിയും മറ്റ് രേവാനദിയും ഒക്കെ തങ്ങളുടെ വൈരക്കൽ കാപ്പണിഞ്ഞിടുന്ന തിരമാലകൾ കൊണ്ട് താലോലിച്ച് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എങ്കിൽ തന്നെയും അതിരഥനും രാധയും ഈ കുട്ടിയെ എടുത്തു വളർത്തി വലുതാക്കി കുതിരലായത്തിൽ കിടന്ന് വളർന്നിട്ടും ഈ കുട്ടിയുടെ ഉള്ളിൽ കുതിരയുടെ സ്വഭാവമാണ്, കുതിക്കുന്ന സ്വഭാവം ഉണ്ടായി എന്നുള്ളതാണ്. താൻ തേരാളിയുടെ സൂതന്റെ മകൻ ആണ് എന്ന് വിചാരിക്കുമ്പോഴും തൻ്റെ ഉള്ളിലൊരു സൂര്യോത്സവം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ആളാണ് കർണൻ. കർണഭൂഷണത്തിൽ രസകരമായൊരു ഭാഗമുണ്ട്. കർണഭൂഷണത്തിൽ രസകരമായൊരു ഭാഗമുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം ദുര്യോധനന്റെ ഒരു എൻട്രി ഉണ്ട് അതിൽ. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ദുര്യോധനെ കുറിച്ച് കർണൻ പറയും,
കർണനോട് ദുര്യോധനൻ്റെ കൂട്ടത്തിൽ നിന്നും വിടുതൽ ചെയ്ത് ശ്രീകൃഷ്ണൻ്റെ കൂടെ ചേരണം എന്ന് സൂര്യൻ പറയാൻ വരുന്ന ഒരു രംഗത്തിൽ, നീ അവന്മാരെ കൂടെ കൂടരുതെന്ന് പറയാൻ വരുന്ന രംഗത്തിൽ കർണൻ പറയും, അച്ഛാ ഇപ്പോൾ എനിക്ക് അച്ഛൻ്റെ ആവശ്യമില്ല, എനിക്ക് അച്ഛൻ്റെ സഹായം വേണ്ടിയിരുന്ന കാലത്ത് ഞാൻ മുകളിലേക്ക് നോക്കി തൊഴുതിട്ടുണ്ട്, അച്ഛൻ മേഘപാളികൾ ഉറക്കനെ അടച്ച് അകത്തേക്ക് കയറി പോയിട്ടേ ഉള്ളൂ, അച്ഛൻ എന്നെക്കുറിച്ച് ചിന്തിച്ചില്ല. ഇപ്പോൾ ഞാനായിട്ടുണ്ടാക്കി വെച്ചൊരു പ്രൗഢിയുണ്ട് എനിക്ക്, ദാനശീലനായ കർണൻ, ധർമ്മിഷ്ഠനായ കർണൻ എന്നൊരു പേരുണ്ട്. ആ പേര് ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്തതാണ്, അതിൽ അച്ഛൻ കയറി ഇനി ഇടപെടാൻ വരണ്ട എന്ന് പറയും. പിന്നെ അച്ഛൻ പറഞ്ഞല്ലോ ദുര്യോധനൻ ദുഷ്ടനാണെന്ന്. അച്ഛൻ പരിത്യക്തനായവന്റെ വേദന അച്ഛൻ അറിഞ്ഞൂടാ, അച്ഛൻ സർവസമ്മതനാണല്ലോ, അച്ഛൻ എല്ലാവരുടെയും മുകളിൽ നിൽക്കുന്നുണ്ട്, അച്ഛൻ അറിഞ്ഞൂടാ. താഴെ നിന്നവന്റെ ചവിട്ട് കൊണ്ടവന്റെ വേദന എനിക്കേ അറിയാവൂ. ആ സമയത്ത് ദുര്യോധനൻ എൻ്റെ കൈ പിടിച്ചില്ലായിരുന്നെങ്കിൽ കർണൻ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നില്ല. എനിക്ക് മാനസിക സംഘർഷം ഉണ്ടായപ്പോൾ അദ്ദേഹം വന്ന് ഇടപെട്ടു. അതിൽ ഉള്ളവർ പറയുന്ന വാക്യം, ഭംഗത്തിൽ നിൽക്കവേ കേട്ടേൻ, ഭംഗത്തിൽ നിൽക്കവേ കേട്ടേൻ എൻ തോഴർത്തൻ വൻഗദാസ്ഥാലനം. അല്ല, വാക്യം ഗത കൊണ്ട് പാറക്കെട്ടിൽ അടിച്ച് പൊട്ടിക്കുന്ന പോലെ ശബ്ദം ഞാൻ കേട്ടു. ആടാ അവനെ പുറത്താക്കിയതെന്നാണ്. എന്നിട്ട് പറയും, സൂതൻ പോൽ സൂതന്മാർക്ക് പാതിത്യം എന്തിത്ര പറ്റിപ്പോയി, എന്തോന്നടാ ഈ ഡ്രൈവറിന് തേരാളിയുടെ ജോലിക്ക് എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. എല്ലാ തൊഴിലിനെയും മാനിക്കണം എന്നുള്ള ഏറ്റവും വലിയ ദർശനത്തിലുള്ളൊരു തൊടുകയാണ്. നാൻമുഖൻ ഇന്നലെ സൂതനായി വാണവൻ, നാരായണൻ നാളെ സൂതനാവോൻ, മന്നനല്ലെന്നാകിൽ എന്നുടെ തോഴനെ മന്നനായി വാഴിപ്പനിക്ഷണം ഞാൻ. ഇതാണ് ദുര്യോധനൻ. അത് അച്ഛൻ അറിയാമോ എന്ന് ചോദിച്ചു. തേരാളിക്ക് എന്താ കുഴപ്പം? ബ്രഹ്മാവ് തേര് തെളിച്ചിട്ടില്ലേ? അത് വേറൊരു കഥയുണ്ട്, ഉപനിഷത്തിലൊരു കഥയാണ്. ബ്രഹ്മാവ് തേര് തെളിച്ചിട്ടുണ്ട്. നിന്റെ അനിയൻ അർജുനനെ തേര് തെളിക്കാൻ വേണ്ടി ത്രൈലോക്യനാഥനായ വിരാട് പുരുഷനായ ശ്രീകൃഷ്ണൻ യൂണിഫോം ഇട്ടുകൊണ്ടിരിക്കുക നാളത്തേക്ക്. അവർക്കൊന്നും ഇല്ലാത്ത പാതിത്യം എന്താ ഇവന് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, രാജ്യമില്ലാത്തതാണ് കർണന്റെ കുഴപ്പമെങ്കിൽ പേടിക്കണ്ട, ഞാൻ അംഗരാജ്യത്തെ രാജാവായി ഇപ്പൊ ഇവനെ അഭിഷേകം ചെയ്യും എന്ന് പറഞ്ഞ് അഭിഷേകം ചെയ്യാണ്. എന്നിട്ട് കർണൻ പറയും, അച്ഛാ അയാൾ ഒരാളൊന്നുമല്ല, 99 അനിയന്മാരുടെ കൂടെ ഒരു ചേട്ടനാണ്, 99 അനിയന്മാരുടെ മൂത്ത ചേട്ടനാ. അവർക്കൊക്കെ ഓരോ ഗ്രാമം വച്ചെങ്കിലും കൊടുക്കാനുള്ള ബാധ്യതയുള്ള മനുഷ്യനാണ്, കുടുംബം നോക്കേണ്ടവനാണ്, അച്ഛൻ്റെ സ്ഥാനത്തുള്ളവനാണ്. ആ മനുഷ്യൻ എന്ത് ചെയ്യാന്നറിയാമോ? നിശ്ചയത്തിനൊട്ടും താമസിച്ചില്ല, തന്നച്ഛനോടൊന്നുമേ ചോദിച്ചില്ല, 99 സോദരന്മാർക്ക് ഓരോ മന്നിടം വേണമെന്നാശിച്ചില്ല. 99 സഹോദരന്മാർക്ക് ഓരോ സെന്റ് ഭൂമിയെങ്കിലും കൊടുക്കണം എന്ന് പോലും ആശിക്കാതെ എന്നെ ചേർത്ത് നിർത്തിയ വലിയ മനുഷ്യനാണ് അച്ഛൻ ഈ പറഞ്ഞ ദുഷ്ടനായ ദുര്യോധനൻ എന്ന് അച്ഛൻ പറഞ്ഞല്ലോ. എൻ്റെ ഉള്ളിൽ അതല്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങേക്ക് ഞാൻ പകരം എന്താ തരേണ്ടതെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മറുപടി, എനിക്ക് ഒടുങ്ങാത്ത സാഹോദര്യം തന്നാൽ മതി എന്നാണ്. ആ തിരിച്ചറിവാണ് ഉള്ളൂർ മലയാളത്തിന് പകർന്നു കൊടുത്തത്. അദ്ദേഹം വെറും പണ്ഡിത കവിയല്ല. ആ ബോധമാണ് കർണഭൂഷണത്തെ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ക്ലാസിക്കായി എൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്നത്. ഞാൻ അല്പം വിതമ്പിപ്പോയി എങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അതെൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ വന്ന് സത്യസന്ധമായി വന്നു പോയതാണ്. അത് ഒരു സന്ദർഭത്തെ കവിതയാക്കുമ്പോൾ ഉള്ളൂർ പ്രകടിപ്പിച്ച സർഗാത്മക വിശുദ്ധിയുടെ കണ്ണീരാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.